ഈ ദേവാലയത്തിൽ ദൈവാരാധനയ്ക്കായി എത്തിയിരിക്കുന്ന പലരുടെയും പ്രവൃത്തികൾ കാണുമ്പോഴും നിങ്ങളെക്കുറിച്ച് കുബുദ്ധികളായ ചിലർ പറയുന്നത് കേൾക്കുമ്പോഴും യേശുദേവന്റെ മേലുദ്ധരിച്ച വാക്കുകളാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. സർവവ്യാപിയായ ദൈവത്തെ കാണാൻ വിദൂരതയിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന മുതിർന്ന തലമുറയ്ക്കും അവരെ പരിഹസിച്ചുകൊണ്ട് തങ്ങളുടെ നേരെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ ഇഷ്ടദേവനായോ ദേവിയായോ സങ്കല്പിച്ചുകൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങൾ നടത്തുകയും ദർശനസുഖം നുകരുകയും ലൗകിക ചുറ്റുപാടുകളിൽ ആത്മനിർവൃതി അടയുകയും ചെയ്യുന്ന യുവതലമുറയുടെ പ്രതിനിധികൾക്കും മതപരമായ ചടങ്ങുകളിൽ താല്പര്യമില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? അതികഠിനമായ ചൂടും കൊതുകിന്റെ ആക്രമണവും മൂലം നിദ്രാവിഹീനങ്ങളായ രാത്രികൾ പിന്നിട്ട് ദേവാലയത്തിലേക്ക് ഓടിയെത്തിയ നിങ്ങൾ അവിടുത്തെ ശാന്തമായ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കണ്ണുകളടയ്ക്കുകയും തല കുമ്പിടുകയും ചെയ്യുമ്പോൾ അത് ഭക്തിപാരവശ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ അവരുറങ്ങുകയാണ് എന്ന് പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലില്ലേ? നിങ്ങളിൽ ചിലരുടെ പ്രവൃത്തികളും അതേക്കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന പരാമർശനങ്ങളും കേട്ടിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയതാണ്. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും ചെയ്യട്ടെ. To err is human, but to forgive is divine. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുന്നത് മഹത്വവും. മത്തായിക്കുട്ടി ഈ ദുർവാശി ഉപേക്ഷിക്കണം. ഗ്രേസി പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ സ്നേഹിച്ച പുരുഷനെ അവൾ വിവാഹം കഴിച്ചു. നീ സ്വല്പം കൂടെ സന്മനസ് കാണിച്ചിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാവുന്നേ ഉള്ളൂ. അച്ഛന് വേറെ ഒന്നും പറയാനില്ലേ? എല്ലാ ഞായറാഴ്ച ഇത് തന്നെ ആവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ അധ്യായം അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാവുന്ന അധ്യായമാണോ അത്? ദേ, കഴിഞ്ഞ ദിവസം ഞാൻ പട്ടണത്തിൽ പോയപ്പോ ഗ്രേസിയെ കണ്ടു. കൂടെ അവളുടെ മോനും ഉണ്ടായിരുന്നു. എന്തൊരു കുശൃതി അവൻ, മിടുക്കൻ. നീ അവനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. നിന്റെ ദേഷ്യം ശരിക്കും പമ്പ കിടക്കും. ആ കുശൃതി എന്തൊക്കെയോ വികൃതരം കാണിച്ച് കയ്യിലും കാലിലും ഒക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുക. പാവം. ഇതെന്താ വാസേട്ടാ? ദിവസവും രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ കിതയ്ക്കും. വാസുവേട്ടന് എല്ലാ അഭ്യാസങ്ങളും അറിയാമോ? മോനൊന്നും പഠിക്കണോ? ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കാണിച്ചു തരാം. വാസുവേട്ടനെ പോലെ കാണിക്കാവോ? മോനൊന്ന് കാണിച്ചാൽ ഞാൻ 3 കാണിക്കും. അത് വേണ്ട, കാണാം. കാണാം. കാണിച്ചേ. ഇതിപ്പോ ഇപ്പൊ ചെയ്യേണ്ട എക്സസൈസ് അല്ല ഇത്. രാത്രി 1 മണിക്ക് ശേഷം ചെയ്യേണ്ടതാ, അല്ലെങ്കിൽ കാലില് കേടാ. ആ വേല മനസ്സിലിരിക്കട്ടെ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞൂടെ? ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല? ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചുതരാം. ആ കാണിക്കേ. കാണിക്കാം. കാണിക്കുന്നേ ഈ ഇടത്തെ കാലല്ലേ? ആ കാലം. അത് ചെയ്യാം. വലത്തെ കാല്. ഏതെങ്കിലും. ഇടത്തെ കാലായാലോ? എന്ത് പണ്ടാറങ്ങി? 2 കാലം ഒപ്പം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. എന്നൊന്ന് പിടിച്ചെന്ന് കാണാം. അത് വേണ്ട. അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് പിടിക്കണ്ട, വേണ്ട. ആദ്യം എന്റെ അമ്മ, എന്റെ മൂട് കലങ്ങി കേട്ടോ. ആഹാ, അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പച്ചൻ അറിഞ്ഞാ കൊല്ലും. തല പൊളിയുന്നെന്ന്. അത് കുടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പ്ലീസ് ചെല്ലേ പോ.
അറബിക്കടലിളകി വരും ആകാശത്തുനിന്ന് വരും ആലോലം ഇലകളിലെ സമ്മാനഗംഗിലെ ഇനിവാ, ഇനിവാ. നീ ഇന്നലെ എപ്പോ വന്നു? വളരെ ലേറ്റായി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു. ഷിപ്മെന്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്ത അടുത്ത മാസം. എന്താടാ ഗാനമേള കഴിഞ്ഞോ? ഒരെണ്ണം. വലിയ പറമ്പിലെ അന്തോണി മോൾക്ക് വേണ്ടി ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട്. നീ ആ പെണ്ണ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണണം. 2 ലക്ഷം രൂപയും 100 പവന്റെ ആഭരണങ്ങളുമാ. ഒറ്റ മോളാ. സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാ. എന്താ പോരെ? നീ എന്ന് പോകുന്നു പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ എപ്പോഴാ? നിനക്ക് വയസ്സ് 30 അങ്ങനെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല. നിന്റെ തീരുമാനം വേഗം അറിയിക്കണം. പീറ്റർ, വാസോട്ടാ എന്താ? നീ വന്നേ. ആ. ഇതിനെ ഒരു പാക്കറ്റിന് 15 രൂപ വില. രാവിലെ തന്നെ 5 എണ്ണം വെറുതെ. ഈ അപ്പച്ചന്റെ ഇടയ്ക്കിടയ്ക്കുള്ള വരവുണ്ടല്ലോ, നിന്ന് വരുന്ന എന്റെ കാലും നടുവോടിയാറായി. ചോദിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ ചോദിക്കാൻ പറച്ചല്ലേ. അതെ. അയ്യോ, സിഗരറ്റ് സിഗരറ്റ് 3 5. എന്താ? ഒന്നുമില്ല. വേണോ? വേണമെന്നില്ല, ഒരെണ്ണം കിട്ടിയാ കൊള്ളാം. ഇത് മതി, ഇത് മതി. എടാ, അനിമോന്റെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു എന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയതാ? ഒന്ന് വീണതാ, ചെറിയ ഫ്രാക്ചർ ഉണ്ട്. കുട്ടികളായാൽ സൂക്ഷിക്കണം. താനും നിലയുടെ കൂടെ നിൽക്കണേ. പാടൂ. എന്താ ചേട്ടാ, ഒന്ന് ശരിക്കും കളിച്ചൂടെ? കളിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് നോക്കി ദൈവമേ. അത് ഇതായിരുന്നോ ചേട്ടൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിച്ചത്? വാസോട്ടാ, ഞാൻ ഇപ്പൊ അപ്പച്ചനോട് പറയാൻ പോവാ. മോനെ രക്ഷ വീഴേ. അപ്പച്ചോട് പറയാം, എന്റെ പണി പോവും. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ വരാം. അത് വേണോ? വാ. ശ്ശോ. ഉം. 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 എന്റെ ബാറ്റുകളിലായി അയ്യോ, ഷട്ടിൽ ബാറ്റ് എടുത്ത് കളിക്കും. എന്നാ പിടി. എനിക്ക് വയ്യ. വാസോട്ടാ, അല്പം ഓടുന്നത് നല്ലതാ. എനിക്ക് മതി.
എനിക്ക് വയ്യ. ഗ്യാസ് മേലോട്ട് കയറി. മതി മതി, നിർത്തി ഞാൻ നിർത്തി. പിന്നെ എന്താ? കുറച്ച് മാങ്ങയാ. എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടാ. ഇരുന്നോട്ടെ, നല്ല അച്ചാറാ, ടൗണിൽ കിട്ടില്ല. ഓക്കെ. ഗ്രേസി, ഞാൻ പോട്ടെ. കൊള്ളാം. ഇതെന്ത് വേഷമാ? ഈ പാൻസിന് ഷർട്ട് എങ്ങനെ മാച്ച് ആവാനാ? ഇതേ കിട്ടിയുള്ളൂ. ഇനി വരൂ. എങ്ങോട്ട്? എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. ഇനി വരൂ. വരുന്നേ. ഓഫീസ് ടൈം. ഡാഡി ഉം. ഡാഡി, ഈ ഹെൻപെക്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പെൺകോന്തൻ എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്ന എന്തോ അനുസരിക്കുന്നവൻ എന്നർത്ഥം. ഡാഡിയെ പോലെയോ? നിന്നോടാരാ ഈ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു? ഉം. ഉം. നീ എന്തിനാ ഇവനെ വേണ്ടാത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ആര്, ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞ മോനെ? ദേ, നിങ്ങളുടെ അനിയത്തിയെ ഇവനെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞു ചേട്ടത്തമ്മ പറയുന്നത്? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണോ ഇവനെ കണ്ടതൊക്കെ പറയുന്നത്? അവനതിന് എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ഞാനൊരു പെൺകോന്തനാണെന്ന്. ചിരിക്കുന്നു. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ പോവാം. അതിലൊന്നും വിമൻസ് കോളേജ് ഒന്നും ഇല്ല ഇത്ര ധൃതി വെച്ച് പോവാൻ. വിമൻസ് കോളേജ് ഇല്ലെങ്കിൽ എന്താ, പാരലൽ കോളേജ് ഇല്ലേ? ചെല്ല് ചെല്ല്. ബായ് ആന്റി. ഉച്ചയ്ക്ക് മറക്കാതെ ചോറ് കഴിക്കണേ മോനെ. കൈകാലം സൂക്ഷിക്കണേ. ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ? വേണ്ട, ഒരു സഹായം വേണ്ട. മോളങ്ങ് പോയാ മതി. നീ എന്താ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എന്താ കാര്യം വെച്ചാ പറ. പിന്നെ ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി ഉണ്ടല്ലോ ചേട്ടത്തിയമ്മയ്ക്ക്, അതൊന്ന് തരോ? അത് ശരി, മോളുടെ മട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നാ, എനിക്കറിയാം. യു ആർ സോ സ്വീറ്റ്. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോർണിംഗ്. സർ. ഗുഡ് മോർണിംഗ് സർ. പിന്നെ 84 ട്രാവൽ അക്കൗണ്ട്സ് ടാലി ചെയ്യുന്നില്ലല്ലോ. ആ വൗച്ചർ ബില്ലുമായിട്ടൊന്ന് ഒത്തു നോക്കൂ. ശരി സർ. പെണ്ണെ, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായില്ലേ? ഇതേവരെ വിശേഷമൊന്നും ആയില്ലല്ലോ. ദേ, ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. നേരത്തെ നോക്കിയില്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്റെ പെണ്ണെ സ്മാർട്ട് ആയിട്ട് എങ്ങനെ പറ ഗുഡ് മോർണിംഗ്. ഓ, ഈ പെണ്ണൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു എന്റെ ഈശോയെ. എന്നെ വിളിച്ചോ?
ഹലോ രോമാഞ്ചം എന്ത് പറയുന്നു? ഹലോ. ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ്, കാണുന്നില്ലേ? ഹായ് ഡോളി. ജൂഡി, മോൻ എന്താ വല്ലാതിരിക്കുന്ന? അവള് വല്ലതും പറഞ്ഞോ? ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ അറിഞ്ഞില്ല അല്ലേ? മോൻ ആരാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവള് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. സാരമില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട. പുതിയ പെണ്ണല്ലേ. അതൊന്നും അല്ല കാര്യം ഈശോ ചേട്ടാ. അതിനാ പെണ്ണൊന്നും പറഞ്ഞില്ല. ഞാൻ വേറൊരു കാര്യം ഓർത്തു പോയതാ. ഞാൻ വരട്ടെ. ആ നീ അങ്ങോട്ടാ വീട്ടിലേക്ക് വരുന്നില്ലേ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാണ്. ഞാൻ പിന്നെ വന്നേക്കാം. അടുത്തെങ്ങും ബസ് കിട്ടുന്ന ലക്ഷണമില്ല. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടിച്ച് പോയാൽ അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ വേണേ 5 രൂപ തരാം. ചേച്ചി ഓട്ടോറിക്ഷ പോയിക്കോ. പിന്നെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഈ സമയത്ത് പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എന്നെ വീട്ടിൽ വിടിച്ച് നീ പോയാൽ മതി. ശല്യമായല്ലോ. ഇപ്രാവശ്യം കടുവാങ്ങ ആര് പറഞ്ഞു അപ്പച്ചന്റെ ചേച്ചിയോട് സ്നേഹമില്ലെന്ന്? ഇത് കണ്ടില്ലേ, തരുമ്പം ചേച്ചിക്കാണെന്നൊന്നും പറയില്ല. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന മത്തായിക്കുട്ടി അറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷം? അപ്പച്ചന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് എന്തോ അസുഖം വരാനാ? എനിക്ക് വിശക്കുന്നു, ചോറ് വിളമ്പ്. ചേച്ചിക്കൊരു വിശേഷം കേൾക്കണം. എന്താ? ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന. ഏതോ ഒരു ആന്റണിയുടെ മോളാ. 100 പവന്റെ സ്വർണം, 2 ലക്ഷം രൂപയും. എന്താ വളോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ആസ് യൂഷ്വൽ, തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പീറ്റർ, നിനക്ക് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നോ? ശ്രീധന് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പച്ചന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ? കല്യാണം കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ സമയം വരുമ്പോ നടക്കും. ഈ വക കാര്യത്തിലൊന്നും ആരും ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കരിമീനില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് 2 കൂടിയാണെന്ന് തോന്നുന്നു. ആഹാ, സാറ് നേരത്തെ തുടങ്ങിയോ? എനിക്ക് കരിമീനില്ലേ? ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്ക് അതിലും വലിയ ഇഷ്ടമാ. ഇന്നാടോ കൊതിയ? ചേച്ചി, നമുക്ക് ഇവളെ ഒന്ന് കെട്ടിച്ചയക്കണ്ടേ? ഞാനിവിടെ നിൽക്കുന്നതിൽ പീറ്ററിന് എന്താ ഇത്ര വിഷമം? വിഷമമൊന്നുമില്ല. അല്ല, കാലാകാലങ്ങളിൽ നടക്കേണ്ടത് നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണ് കെട്ടിക്കാൻ. അല്ല, നിനക്കിത് പറയാൻ എന്താ യോഗ്യത? നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി, ബുദ്ധി വെക്കട്ടെ. ആളൊരു പാവാ. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും. എപ്പോ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും. എന്നെ രോമാഞ്ചെന്നാ വിളിക്കുന്നത്. ചിലപ്പോ നിത്യവസന്തോന്നും വിളിക്കും. ഞാൻ പ്രേംനസീറിന്റെ ഫാനാ. ഹായ്. ഹലോ. ആ, രാവിലെ കണ്ടപ്പോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അടുത്ത ഞായറാഴ്ച മനസ്സമ്മതമാണെന്നൊക്കെ കേട്ടു. ശരിയാണോ? ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം? ഗൾഫിലാ. ആഹാ, കോളടിച്ചല്ലോ. പിന്നെ ജൂഡി പ്രീ ഡിഗ്രി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തില്ലല്ലേ? ജൂഡി ഇപ്പോഴും പഴയ വീട്ടിലാണോ താമസം? ജൂഡിയെ നേരത്തെ അറിയോ?
ചേട്ടൻ ഉറങ്ങിയോ? ഓഫി ഓഫി. താൻ കിടന്നോ. നാളെ നീ വയനാട്ടിലോട്ട് പോകണം. ആ കോശിച്ചേട്ടന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ലോഡ് കുരുമുളക് അവിടെ റെഡി ആയിരിപ്പുണ്ട്. നീ എന്നത് കയറ്റി വിടണം. ശരി, പോകാം. വിനാശനെ, ഒരു കാര്യം, തന്റെ ഈ കലാപരിപാടിയൊക്കെ കൊള്ളാം. എന്റെ ഓഫീസ് സ്റ്റാഫിനെ വെറുതെ വിട്ടേക്കണം. എന്നെ നാറ്റിക്കരുത് കേട്ടോ. ഹലോ, ആ പീറ്റർ. ആര്, കുമാറോ? എത്ര കാലമായി നീ എന്നെ ഒന്ന് വിളിച്ചിട്ട്? ഇന്ന് ട്രാൻസ്ഫർ ആയെന്ന് ഇങ്ങോട്ട്. വെരി ഗുഡ്. മറ്റേതാ വരുമോ? ഓക്കെ, ഞാൻ എയർപോർട്ടിൽ വരാം. അതൊക്കെ ശരിയാക്കാന്നേ. ആ ശരി, ഓക്കെ ഓക്കെ. കുഞ്ഞേ, ഇന്നും രാവിലെ ആ വീട്ടുടമസ്ഥൻ വന്നിരുന്നു. മോന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? ഏതെങ്കിലും നല്ല പാർട്ടിയെ കിട്ടിയാ കൊടുത്തോളാം പറ. എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വെറുതെ പറയാണെന്ന് തോന്നരുത്. നല്ല കണ്ണായ സ്ഥലമാണ്. 5 ലക്ഷം രൂപ അശേഷം കൂടുതലല്ല. പിന്നെ ഒരു കാര്യം, എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല. ഇപ്പോഴാണെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാ. തൽക്കാലം നമുക്ക് ഈ വീട് വാങ്ങുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ആവട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. അയ്യോ. ആന്റി ആന്റി ഇതൊന്ന് അയച്ചതാ. വേഗം ആന്റി, വേഗം. കിടന്ന് തുള്ളാതടാ, അടങ്ങി നിക്ക്. എന്താ ബാഗിൽ? ഒന്നുമില്ല. തുടങ്ങാം. വേഗം വേഗം. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. സൂൺ. അവിടെ ഇരിക്കേ. വാറ്റ് 69, 2 ലിറ്റർ ബോട്ടിൽ. 500 രൂപ അതിന്റെ വില. ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി. വളരെ വിശേഷപ്പെട്ട സാധനം ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി. ആരെയാ നോക്കുന്നേ? അല്ല, അവളെങ്ങാനും പെട്ടെന്ന് കേറി വന്നാലോ. Cheers. Cheers. ഡാഡി കുടിക്കാ? മമ്മി അറിഞ്ഞ? മമ്മിയോടൊന്നും പോയി പറഞ്ഞേക്കരുത്. ആ, ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും. ആ ഫുൾ. ആ ചേട്ടനെവിടെ? പതുക്കെ ചിരിടാ ദ്രോഹി. നിങ്ങൾ കഴിച്ചോ? നുണ, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. വാ തുറന്നേ, തുറന്നേ. ഊതിക്കേ.
അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, കുടിച്ചിട്ടുണ്ടല്ലോ, നല്ല മണമുണ്ട്. നീ എന്തിനാ ഇതിവിടെ കൊണ്ടുവന്നത്? നിനക്കറിയാൻ പാടില്ലേ ഇങ്ങനത് കുടിക്കാൻ പാടില്ലെന്ന്? എടി ഞാൻ അതിന് അധികം ഒന്നും കഴിച്ചിട്ടില്ല, ഇത്രേ കഴിച്ചോളൂ, ഇത്രയും. ഇനി വന്നേ. ആ. ആ ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം? ചിലപ്പോ തീർത്തെന്ന് വരും. ഞാൻ നല്ല മൂഡിലാ. അടിച്ച് ബോധമില്ലാതെ കിടന്നാലേ ചോന്നോണ്ട് പോകാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പോടാ. ഇതിന്റെ പേരെന്താ അങ്കിൾ? എനിക്കൊരു കടലാസ് എഴുതി തരാമോ? എന്തിനാ? എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട്. ഭയങ്കര ഗമ്മിയാ അവർക്ക്. അവരോട് പറയാനാ എന്റെ ഡാഡിയും അങ്കിളും ഇതാ കഴിക്കുന്നേന്ന്. ഇതിന് എന്താ വില അങ്കിൾ? 500 രൂപ. 500 രൂപയോ? നിനക്കേ ഒരു സ്മോൾ വേണോ? ഇഷ്ടമാണ്, പക്ഷെ വേണ്ട. ഉം. മമ്മി അറിഞ്ഞോ കൊഴപ്പാവും. എന്നാ അത് പിന്നെ കഴിച്ചത് മതി, നാവ് കുഴയുന്നുണ്ടല്ലോ. വരുന്നേ. വാ. എന്താ ഇത്? അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇത് കസേര. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എനിക്കറിയായിരുന്നു. ഇല്ല, ഞാൻ പോവാ. എഴുന്നേൽക്കുമ്പോ പറഞ്ഞേരെ. കുഴപ്പമില്ല, പ്രശ്നം. സോറി. ഇവിടെ വെച്ചായതുകൊണ്ട് നോക്കാനെങ്കിലും ആളുണ്ടായി. വല്ല ഹോട്ടലിലോ ബാറിലോ വെച്ചായിരുന്നെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ശാസിക്കാം, ഉപദേശിക്കാം. സ്വയം നിയന്ത്രണമില്ലാത്ത ഒരാളോട് എന്ത് പറയാനാ? കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. ഞാൻ എന്തോന്ന് പറ, എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഉണ്ടാവും? അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ. ചേട്ടന് നാണമില്ലേ? ആ, ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ. അങ്കിൾ, രണ്ടു മൂന്ന് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ഓഫീസിൽ തിരക്കായിരുന്നു. നിന്റെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി. ഇന്നലെ. അങ്കിൾ അന്ന് കുറിച്ച സാധനത്തിന്റെ പേരെന്താ? ഐ ആം സോ സോറി. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു. ദേവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്നൽപ്പം ഓവറായി പോയി. ഐ എം ടെറിബിളി സോറി. തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ. മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഞാൻ എന്തൊരു ബോർണ. അതെ, അന്ന് ഞാനല്ല സംസാരിച്ചത്, എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ. ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്നായിട്ടാ വേണ്ട. 2-3 ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമം. സാരമില്ല, പ്ലീസ് ഹാവ് ദിസ്.
ഞാൻ അന്ന് പറഞ്ഞോണ്ടാണോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. കഴിക്കാം. ചേട്ടൻ ദേവി ചേച്ചാണോ പെട്ടെന്ന് കുടിക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തത്? ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല, തനിയെ തോന്നാനും വഴിയില്ല. അപ്പൊ പിന്നെ ദേവി ചേച്ചി വല്ലതും പറഞ്ഞോ? നിർത്ത് മതി മതി മതി. ഒരു പെണ്ണ് പറഞ്ഞെന്ന് വെച്ച് ഇത്രയും പേടിക്കാനുണ്ടോ? അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ മനസ്സിലാവുന്നുണ്ട്? ഉവ്വ ഉവ്വ. കേൾക്കേണ്ടവർ തയ്യാറായാലല്ലേ പറയാൻ സാധിക്കൂ. ജൂഡിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ചെകുത്താൻ കുരിശിനെ കാണുന്ന പോലെയാ. അന്ന് ഞാൻ കാണിച്ചത് അല്പം കടന്നു കൈയായി പോയെന്ന് എനിക്കറിയാം. അതൊരു പബ്ലിക് പ്ലേസിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാനിടയായത്. ഇന്നത്തെ വിവേകം അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. 4 പേരുടെ മുമ്പിൽ ഒരു ഹീറോ ആവല്ലോ എന്ന് കരുതി കൂട്ടുകാരെല്ലാം കൂടി വാശി കയറ്റിയപ്പോ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഐ എം സോറി അബൌട്ട് ദി ഇൻസിഡന്റ്. കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയുടെ സംസാര വിഷയമായിരുന്നല്ലോ. ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല. ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ചില പൊട്ടലും ചീറ്റലും, ഒരു അടി വരെ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ചെയ്തതും. പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ജൂഡി ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ വരട്ടെ. ജൂഡി, താങ്ക്സ് അലോട്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? വേഗം ചെല്ല്, കാപ്പീരും തണുക്കുന്നു. കുമാറോ, ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും. എന്തിനാ? കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ? നിങ്ങളൊക്കെ പോയാ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ നോക്കൂ. കിടന്ന് ബഹളം വെക്കാതെ വരാം. ആ ഇഷ്ടപ്പെട്ടത്? രണ്ടും കൊള്ളാം. എന്നാലും ഇതോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വെച്ചാൽ കുഴങ്ങി പോയുള്ളൂ. കൊടുക്കേണ്ടത് ദേവിയല്ലേ, ദേവി തന്നെ തീരുമാനിക്കും. എന്നാൽ രണ്ടും ഇരിക്കട്ടല്ലേ? വേണ്ട, പുള്ളിക്കാരൻ എന്തു വിചാരിക്കും ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാൽ? ഇത് തന്നെ ഇരിക്കട്ടെ അല്ലേ? പീറ്റൊന്നും വേണ്ടേ? സാരിയോ? എനിക്കെന്തിനാ? അല്ല, ഷർട്ട് വല്ലതും നല്ല പുതിയ ഡിസൈനൊക്കെ ഉണ്ട്. ഒരെണ്ണം വാങ്ങുന്നേ. ഒരെണ്ണം വേണ്ടെന്നേ, എനിക്ക് ആവശ്യം പോലെ ഉണ്ട്. സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ ദേവി വേഗം ചെല്ലും, നമുക്ക് പോണ്ടേ? അവനകത്ത് വല്ലതും കാണും, നിങ്ങൾ പുറപ്പെട്ടോളൂ. ഒന്ന് നോക്കൂ റെക്സ്.
സമയമായി, നിങ്ങൾ പുറപ്പെട്ടോളൂ. ചേട്ടൻ എന്തിനാ മദ്യപിക്കുന്നത്? എനിക്കറിയാം, മറക്കാനാണല്ലേ. ചേട്ടൻ ദേവി ചേച്ചിയെ സ്നേഹിച്ചിരുന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു. ഇന്നുച്ചയ്ക്ക് അവർ ചേട്ടനെ തിരക്കിയപ്പോ ദൂരെ മാറി നിന്നതും ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഒളിച്ചിരുന്നത്. ഞാൻ വേണമെന്ന് വെച്ച് തന്നെ ചേട്ടനെ വിളിക്കാതിരുന്നത്. ചേട്ടന് അവരെ ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. Stop it. ചേട്ടാ, Rex, stop it. ചേട്ടാ പ്ലീസ്. Please, Rex, stop it. ചേട്ടാ, let me. I say just stop it. കുമാർ, ഇതാ വരുന്നു. നേരം വെളുത്തേ ഉള്ളൂ, അപ്പോഴേക്കും ഈ വക കാര്യങ്ങൾക്കൊക്കെ ആഴ്ചയെ നേരം നോക്കിയാൽ ശരിയാകുമോ എന്റെ കുഞ്ഞ്? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. എന്താ എളുപ്പത്തിലുണ്ടാക്കുക? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. നീങ്ങ വന്നേ, നീ അടുത്തിരുന്നാ മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. എക്സ്ക്യൂസ് മീ സർ. കുഞ്ഞെ, കുഞ്ഞെ, എന്താ? ആ കോൺട്രാക്ടർമാർ വന്നിരിപ്പുണ്ട്. അവരുടെ പണി തീരാറായി. കുറച്ചുകൂടി പേയ്മെന്റ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട. എല്ലാം അതെവിടെ നിർത്തി വെച്ചേക്കൂ. അവരുടെ കണക്ക് സെറ്റിൽ ചെയ്ത് അവരെ വിട്ടേക്കണം. അയ്യോ കുഞ്ഞെ, എല്ലാം ഒരുമാതിരി തീർന്നിരിക്കുക. ഏറിയാൽ 2 ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട, അവരെ പറഞ്ഞു വിട്ടേക്കണം. എന്ത് പറ്റിയ കുഞ്ഞെ ചേട്ടന്? കണ്ടിട്ട് സഹിക്കുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ ചേട്ടാ.
we are pleased to appoint you as the sole distributor for our products. ആഹാ നല്ല ആളാ. 5 മണിക്ക് കൃത്യം വന്നേക്കാന്ന് പറഞ്ഞിട്ട് ദാ മണി 5:30 ഇനി എവിടെ പോയാലും ടിക്കറ്റ് കിട്ടുക? നീ ഒരു 5 മിനിറ്റ് പുറത്തു വരിക, ഞാൻ പോരാ. You will be paid a commission at the rate of 10% for the sale of our ഇനി products. രാവിലെ ആവട്ടെ സർ. It's all right. You continue the dictation. വേണ്ട സർ. And മിസ്സിസ് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നെ ഓഫീസിൽ വന്ന് മാനം കെടുത്തിയപ്പോ നിനക്ക് മതിയായല്ലോ അല്ലേ? 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? 5:30 വരെ നോക്കി കണ്ടില്ല. ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. ഇന്ന് തന്നെ സിനിമയ്ക്ക് പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? അങ്ങനെ വേണം. 3-4 ദിവസമായി പറഞ്ഞു പറ്റിക്കുന്നു. ഇന്ന് എന്തായാലും പോണം. മതി മതി മതി, നിർത്ത് നിർത്ത്. സിനിമയ്ക്കല്ല, എവിടേക്ക് വേണേ കെട്ടിയെടുത്തോളാമേ. എന്താണ് ഇത്ര ചിരിക്കാൻ? ഒരു പെണ്ണെ കെട്ടിയതാണ് ഇത്ര അട്രാസിക്കോ? വാട്ട്സ് റോങ് വിത്ത് യു? അങ്ങനെ ഇരിക്കാൻ പാടില്ല. വാട്ട്സ് റോങ് വിത്ത് You are not supposed to laugh like that. You ആളെ പരിഹസിക്കണോ? You bloody bastard. അവര് വന്നില്ലേ? ഞാൻ പീറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അവൻ വന്നോളാന്ന് പറഞ്ഞാണല്ലോ. വരുമായിരിക്കും. ഏതായാലും ചോറ് വിളമ്പ്, ഓഫീസിൽ ഒരു 5 മിനിറ്റ് അവരും കൂടി വന്നോട്ടെ. അവര് വരുമ്പോ വരട്ടെ, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. നീ വാ. പീറ്ററിന് കരിമീൻ എന്ന് വെച്ച ജീവനാ. സത്യം പറഞ്ഞേ, നിങ്ങൾ പീറ്ററിനെ വിളിച്ച് പറഞ്ഞോ? എടാ കഷ്ടമേ, ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? വരാമെന്ന് പറഞ്ഞാൽ പീറ്റർ വരാതിരിക്കില്ല. അവന് വേറെ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. നീ ഉണരിക്കുന്നില്ലേ? ഇരിക്കും. അവര് വരുമോന്ന് നോക്കട്ടെ. ആ റെക്സിന് എന്ത് പറ്റി? നിങ്ങൾ അവനെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. പൊന്നെ, പീറ്ററിന് ഫോൺ ചെയ്തപ്പോ റെക്സിനെയും വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അവര് വരുന്നെങ്കിൽ വരട്ടെ. പെണ്ണെ, നീ ഊണ് കഴിക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. ഓഫീസിൽ പോയാൽ ഉടനെ പീറ്ററിനെ വിളിക്കണം. ഞാൻ കാത്തിരിക്കാമെന്ന് പറയണം. നീ അങ്ങനെ ആർക്കു വേണ്ടിയും കാത്തിരിക്കണ്ട. അവർക്ക് വേണമെങ്കിൽ അവര് വരും.
എന്നെ കൊണ്ടൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, അപ്പോഴേക്കും പെണ്ണിന്റെ മുഖം മാടിയല്ലോ. അവരെ നമുക്ക് ഇനി ഒരു ദിവസം വിളിക്കാം, പോരെ? നീ ഊണ് കഴിക്കും, വിശന്നിരിക്കണ്ട. നമുക്കിന്നൊരു പടത്തിന് പോവാം. ആ ശരി. ഏത് പടം? കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദാ. വന്നില്ലേ? അവന് പോയിട്ടെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ രണ്ട് കൊമ്പുണ്ടോ? ഒരാൾ അത്യാവശ്യമായിട്ട് പോണെന്ന് പറയുമ്പോ എനിക്ക് തടുത്തു നിർത്താൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഇവരെന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ദേവി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. അവരെ നിന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും. അല്ലാതെ നിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? നീ അത് കുടിക്ക. പറ മാ കുപ്പിയോടെ അവനെ വിളിക്കണ്ട, ആ കുപ്പി കിട്ടില്ല. നീ അത് എടുത്തു വെച്ചേ. അതെവിടെ? ചേട്ടൻ കുടിച്ചാൽ മതി, ഞാൻ തരില്ല. മോനെ, ഒരു പേക്ക്, ഒറ്റ പേക്ക് മതി, പിന്നെ വേണ്ട. പ്ലീസ് മോനെ, ഒരു പേക്ക് മതി, പ്ലീസ്. പോടാ. ചേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തക്കവണ്ണം ഇവിടെ എന്താ ഉണ്ടായത്? ആരോടായി വൈരാഗ്യം? കുടി എന്റെ ഒരു വീക്ക്നെസ് ആണ് പണ്ടേ. പിന്നെ താങ്ങാൻ പറ്റാത്ത ഷോക്ക് കൂടെ ആയപ്പോ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അങ്ങനെ താങ്ങാൻ പറ്റാത്ത എന്ത് ഷോക്കാ ഇവിടെ ഉണ്ടായത്? യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ്ഡ് ഹർ. ഈ ചേട്ടന് വട്ട. ചേട്ടൻ സ്നേഹിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവരെ കുറിച്ചോർത്ത് ചേട്ടൻ ജീവിതം നശിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് എന്തറിയാടാ സ്നേഹത്തെ കുറിച്ച്? എന്റെ സ്നേഹം പവിത്രമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. ബട്ട് അവൾ എന്നെ വഞ്ചിച്ചു. പിന്നെ ഇവിടെ ആരും ആരെയും വഞ്ചിച്ചിട്ടില്ല. അതൊക്കെ ചേട്ടന്റെ തോന്നലുകളാ. ദേവി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യം മനസ്സിൽ തന്നെ പൂച്ചു വെച്ചുകൊണ്ട് നടന്നില്ലേ? അതെന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? ചേട്ടൻ അത് പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞോ എന്റെ സ്നേഹം പവിത്രമാണ്, മംഗളമാണെന്നൊക്കെ. മണ്ണാങ്കട്ട. ഇതൊക്കെ വെറും ഭ്രാന്താണ്, വെറും ഭ്രാന്ത്. ഭ്രാന്ത? യെസ്, എനിക്ക് ഭ്രാന്ത. എന്തിനാ ചേട്ടൻ ഇങ്ങനെ നശിക്കുന്നത്? ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇറ്റ്സ് ടു മച്ച്. ഒരു ദേവി പോയാൽ വേറൊരു ദേവി. ചേട്ടൻ ഇനി അതോർത്ത് വിഷമിക്കരുത്, കുടിക്കരുത്.
മോനെ കുഞ്ഞെ കുഞ്ഞ് വീട്ടിൽ പോകുന്ന നല്ലത്. കണ്ടിട്ട് തീരെ സുഖമില്ലാത്തതുപോലെ. താൻ ആരാ ചോദിക്കാൻ? ഇതെന്റെ ഓഫീസല്ലേ, ഞാൻ ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ പോവും. മനസ്സിലായോ? ഈശ്വരേട്ടാ, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രേമിക്കണം. പ്രേമ നൈരാശ്യം ഉണ്ടാവണം. അപ്പൊ മനസ്സിലാവും എന്തിനാ കുടിക്കുന്നെന്ന്. ഓ ഓ ഓ പീറ്റർ ഉണ്ടോ? ഈ ശോമിശിഹായിക്കും സ്തുതിയായിരിക്കും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ടച്ചോ, ആഫീസിനകത്തിരിക്കുക. അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഞാൻ പീറ്ററിന് ഇടവകയിലെ അച്ഛനാ, ഒന്ന് കാണാൻ വന്നാ. വിളിക്കാം. വന്നാട്ടെ. ആ, ഉറക്കമായിരിക്കും. അല്ല, വിളിക്കാച്ചോ. അച്ഛനെപ്പോ വന്നു? ഇരിക്കൂ. എന്താ പേര്? ഈശോ. നല്ല പേര്. ഈ പേരിലൊരു കപ്പിയാർ എനിക്കുണ്ടായിരുന്നു. ആ, പിന്നെ ചായ എനിക്കിഷ്ടം, മധുരം ഇടാത്തത്. ഓ. ആ. നീ അവിടെ ഇരിക്ക. ഇത്രയും നല്ല ഓഫീസ്, നല്ല പേരുള്ള കമ്പനി, ചെറുപ്പക്കാരനായ ഉടമസ്ഥൻ, അയാൾ ഈ വേഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ഇതിന്റെ അർത്ഥം? നിന്നെ അതും ഇതും പറഞ്ഞ് സ്വാധീനിക്കാനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വന്നത്. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശ ബിസിനസിനെ ബാധിക്കരുത്, അത്രമാത്രം. മദ്യപാനവും അലസതയും ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല മോനെ. എന്നോട് മത്തായിക്കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു. മത്തായിക്കുട്ടിയും ആ പാവം റെക്സും നിന്നെ കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ആ, അതുപോട്ടെ, അവരുടെ വിഷമം എങ്ങനെങ്കിലും മാറിക്കൊള്ളുമെന്ന് വിചാരിക്കാം. നീ ജീവനതിലും സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. നീ തന്നെയല്ലേ അവിടെ വിവാഹത്തിന് മുൻകൈയെടുത്തത്? ആ കുട്ടിയും കൂട്ടുകാരനും നിന്റെ ഇന്നത്തെ സ്ഥിതി അറിയാൻ ഇടവന്നാൽ, അതിനുള്ള കാരണം എന്താണെന്ന് അവരറിഞ്ഞാൽ, പിന്നെ എന്താടോ അവരുടെ ജീവിതത്തിനൊരു സമാധാനം? അവരുടെ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ കടിഞ്ഞാണില്ലാത്ത നിന്റെ ഈ പോക്ക് മാറ്റിയെടുത്തേ പറ്റൂ. കാലത്തിനൊരു പ്രത്യേകതയുണ്ട് മോനെ, എല്ലാ മുറിവുകളെയും മായ്ക്കാനുള്ള കഴിവ്. പീറ്റർ, നീ കുറച്ചു ദിവസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന നല്ലതാണ്. പുറത്ത് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ, ഒരു ബിസിനസ് ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ പറയല്ല, പീറ്ററിന് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാൻ ഇറങ്ങട്ടെ. കൊള്ളാം, മനോഹരമായിട്ടു. എന്താ റെക്സ്? ഹേയ്, ഒന്നുമില്ല. നിന്റെ അടിയുടെ ശക്തിയെ കുറിച്ച് ഓർത്തു പോയതാ. കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു. റെക്സ് പ്ലീസ്. ഞാൻ എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദി ടൈം സേ. അവരിൽ ആരോടും തോന്നാത്ത താല്പര്യം നിന്നെ കാണുമ്പോൾ തോന്നുന്നു. ഐ എം വെരി മച്ച് ഫോണ്ട് ഓഫ് യു.
ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഇതിനെയാണ് പവിത്രമായ പ്രേമമെന്നോ സ്നേഹമെന്നോ എല്ലാവരും പറയുന്നെങ്കിൽ നീ ഞാനും തമ്മിൽ അത് തന്നെയാണ്. നീ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് വിശ്വസിക്കുന്നു. റെക്സ്, കേട്ട് തഴമ്പിച്ച സിനിമ ഡയലോഗൊന്നും പറയാൻ ഞാനില്ല. റെക്സിന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, മറ്റുള്ള എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ, റെക്സിന് എന്റെ അമ്മയുമായി ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചൂടെ? ഓഫ് കോഴ്സ്. പക്ഷേ ആദ്യം ഞാൻ ചേട്ടനുമായും സംസാരിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് പോരെ വീട്ടിലേക്ക് വരുന്നത്. പീറ്റർ എടുത്ത തീരുമാനം എന്തായാലും നന്നായി. എപ്പോഴും ചാൻസ് കിട്ടിയെന്ന് വരില്ലല്ലോ. രാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ അല്പ സെയിൽസ് പ്രൊമോഷനും. അട്ടെ, എത്ര ദിവസത്തെ പ്രോഗ്രാമാ? 1 മാസത്തെ പരിപാടിയാ. വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നീട്ടും. പേപ്പേഴ്സും വിസയും ഒക്കെ ശരിയായോ? ആ, പിന്നൊരു കാര്യം. ഇന്നലെ ദേവി ഇവിടെ വന്നിരുന്നു. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് താൻ കാണാൻ ചെന്നില്ലെന്ന് ഭയങ്കര പരാതി. താൻ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയെന്നോ സംസാരിച്ചില്ല എന്നോ ഒക്കെ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്പം തിരക്കിലായതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് മാത്രം. കൂടാതെ ഞാനും കുമാറും ഫോണിൽ കൂടെ മിക്കവാറും ബന്ധപ്പെടാറുണ്ട്. അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ സമ്മതിക്കണ്ടേ? പറഞ്ഞ് അവസാനം അവൾ കരച്ചിൽ വരെ എത്തി. താൻ ഏതായാലും അവിടെ വരെ ഒന്ന് ചെല്ല്. അവിടെ വിഷമം മാറുന്നെങ്കിൽ മാറട്ടെ. പിണക്കമായിരിക്കും. പിണക്കമുണ്ടെങ്കിൽ മാറ്റാനല്ലേ ഞങ്ങൾ വന്നത്? അല്ല, ഞാൻ വന്നത്. ഞാനാരെയാ പിണങ്ങാൻ? നിന്റെ ചേട്ടൻ എവിടെ? ഞാൻ കണ്ടില്ല. ആഹാ, എടാ കള്ള, നീ വിളിച്ചേക്കായിരുന്നു. വാടവിടെ വാടകത്തൊട്ട് ചുമ്മാ നടക്ക. ഞാൻ ആദ്യം ഇവനെ അകത്തേക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല. ഏതായാലും കുറെ ചീത്ത കേൾക്കുന്നറിയാം. അത് ഇവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ച. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്തോളാം. ഈ മുഖം ഒന്ന് പ്രസാദിച്ച് കണ്ടാ മതി. ദേവി സാറേ തുടങ്ങി. ഈ ദേവി ഭയങ്കര സെന്റിമെന്റലാ. അതെ, ഞാൻ സെന്റിമെന്റൽ തന്നെ. പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? പീറ്റർ എത്ര പ്രാവശ്യം എന്നെ കാണാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു കാരണവും കൂടാതെയുള്ള ഈ പെരുമാറ്റം കണ്ട് ആർക്കും വേദന തോന്നാത്തത്? ദേവിയോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇവിടെ വരാത്തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുമാരൻ ഞാൻ ഇന്ന് സംസാരിക്കാറുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. പോട്ടെ ദേവി, ഞാൻ മാപ്പി വയ്ക്കുന്നു. ഇനി ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയ പോലും ഞാൻ പോകുന്നില്ല. പോരെ, ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കുന്നേ. ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞതാ. എന്തോടാ പറഞ്ഞ? ഒറ്റ കീറ് വെച്ചെന്നോളല്ലോ. ഗുഡ് മോർണിംഗ് സർ. ആ ഡയറക്ടറെ എടുത്തേ. ഹലോ. റോങ് നമ്പർ. ജൂഡി അല്ലേ? റോങ് നമ്പർ. എന്തിനാ നുണ പറയുന്നത് റോങ് നമ്പർ ആണെന്ന്? ചേട്ടൻ, ചേട്ടൻ. കേൾക്കുന്നില്ല, ഒന്ന് ഉറച്ചു പറ. ജൂഡി അല്ലേ? നല്ല ആളാ. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ഫോൺ ചെയ്യുന്നത് അറിയാവോ? എന്താണ് മിണ്ടാത്തത്? ഒന്നും കേൾക്കുന്നില്ല. അയ്യോ, ചേട്ടനോ? നല്ല ആളാ. നിനക്ക് ചേട്ടൻ അടുത്തുള്ള കാര്യം ഒന്ന് പറയാൻ പാടില്ലായിരുന്നു? അത് കൊള്ളാം. ഞാനെങ്ങനെ പറയാനാ? ചേട്ടനടുത്തൊന്ന് മാറിയിട്ട് വേണ്ടേ? ചേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറയാനാ? ഞാൻ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞു പറ്റിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ഊരണ്ടേ? ചേട്ടനറിയാമോ എന്ത്? നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ കാഴ്ച ബംഗ്ലാവ് പോയില്ലേ ആനയെ കാണാൻ? ആ കാര്യം.
ചേട്ടൻ അറിഞ്ഞാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? എനിവേ, വി ആർ മേഡ് ഫോർ ഈച്ച് അതർ. ദിവസേനെ കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലണം. ഞാനില്ലാത്തൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈശോ ചേട്ടനോട് ചോദിച്ചോണം. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ധൈര്യക്കുറവുണ്ടായിട്ടൊന്നുമല്ല. ആ പിന്നെ ആ ജൂഡി ഉണ്ടല്ലോ, അവളെ ഈ മാസം പറഞ്ഞു വിട്ടേക്കണം. എന്തിനാ ചേട്ടാ അവളെ പറഞ്ഞു വിടുന്നത്? നമുക്കെന്തായാലും ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ലേ? ആൻഡ് ഷീസ് ക്വൈറ്റ് കേപ്പബിൾ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് അവളെ വേണ്ട. ഞാൻ അടുത്ത മാസം 1-ാം തീയതി പോലെ വേറെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോ, ഇറ്റ്സ് ടു മച്ച്. ഒരു കാരണം കൂടാതെ ആ പാവം പെൺകുട്ടിയെ പറഞ്ഞു വിടരുത്. ആ കുട്ടിയുടെ വരുമാനം കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. നിനക്ക് എന്ന് തുടങ്ങി ഈ ജീവകാരുണ്യ സ്നേഹം? നിനക്കെന്താ അവളോട് ഇത്ര താല്പര്യം? എനിക്കാരോടും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആരെയായാലും ശരി, ഒരു കാരണവും കൂടാതെ പറഞ്ഞു വിടുന്നതിന് ഞാനെതിരാ. ആർക്കായാലും കഴിവുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടിക്കോളും. ആജീവനാന്തം നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിനിപ്പോ ഇവിടുത്തെ ജോലിക്ക് എന്താ തകരാറ്? ഞാൻ കാരണമാണെങ്കിൽ ഞാൻ ഓഫീസിൽ പോണ്ടെന്ന് വെച്ചേക്കാം. നിന്നെ എങ്ങനെ ഉപേക്ഷിക്കുക? രക്തബന്ധമായി പോയില്ലേ? കൂടാതെ മരുമകൾ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നതിന്റെ നാണക്കേട് നിനക്കല്ല, മത്തായി കുട്ടിക്ക. ആ തുടങ്ങിയോ? ഇതെന്താ കുമാർ, ഈയിടെ ദിവസം ഉണ്ടല്ലോ. ഏയ്, ഞാനതിന് അങ്ങനെ ഒന്നും കുടിക്കാറില്ലല്ലോ. കുടിച്ചിട്ട് എത്ര ദിവസമായി? ഇന്നലെ കുടി കുടിച്ചില്ലേ? അത് പിന്നെ ഒരു പാർട്ടി ആയതുകൊണ്ടല്ലേ അല്പം കുടിച്ചത്. ഇന്നലെ പാർട്ടി, മിനിഞ്ഞാന്ന് കമ്പനി സേക്കിന്, ഇന്ന് വെറുതെ. ഇങ്ങനെ ദിവസം ഓരോ കാരണങ്ങൾ കിട്ടും. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താ ഒരു രസമുള്ളത്? അങ്ങനെ ദിവസവും കുടിക്കാനും പാർട്ടി കൂടാനും ഒക്കെയുള്ള വരുമാനം നമുക്കുണ്ടോ? ഇക്കാലത്തെ ഒരു കൊച്ചിനെ വളർത്തണമെങ്കിലേ മുതിർന്ന ഒരാളെക്കാളും ചെലവ് കൂടുതലാ. നീ പറഞ്ഞതിന്റെ അർത്ഥം? റിയലി? ഇനി വണ്ടി പോകുന്നൊക്കെ സൂക്ഷിച്ചു വേണം, ഗട്ടറിലൊന്നും ചാടിക്കരുത്. പേടിക്കണ്ട ചേച്ചി, അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ശരിക്കും പിടിച്ചിരുന്നു, ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? ബൈ. ബൈ. മിസ്റ്റർ മേനോൻ, ഐ എം സോറി, ആക്സിഡന്റിൽ അബോഷനായി. ബോധം തെളിഞ്ഞ ഉടൻ ഹസ്ബൻഡിന്റെ മരണത്തെക്കുറിച്ച് ആരും അവരോട് ഒന്നും പറയരുത്. ഷീ ഈസ് വെരി വീക്ക്. ചേട്ടനെ വേണ്ട, അറിയിക്കണ്ട. അറിയിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? അവനെങ്കിലും അവിടെ മനസ്സമാധാനത്തോടെ കഴിയട്ടെ. മമ്മി വിളിക്കുന്നു ഊണ് കഴിക്കാൻ.
മമ്മി വിളിക്കുന്നു. വാ ആന്റി. വാ ആന്റി. വാന്നേ. വാ. ദേവി, ഇത് കഴിക്കും. എന്താ മോളെ, എത്ര ദിവസമായി ഇങ്ങനെ? നീ എപ്പോ വന്നു? ഇന്നുച്ചയ്ക്ക്. മേനോ സാറല്ലേ? ഇല്ല, ദേവി മുകളിലുണ്ട്. ദേവി Yes, young man. Whom you want? ജൂഡിയുടെ വീടല്ലേ? Yes, yes, yes. Come inside. Come on. Come on. Come on. ഇരിക്കൂ. It's finished. Sorry. നോ താങ്ക്സ്, എനിക്ക് വേണ്ട. ജൂഡിയില്ലേ? ഹായ് റെക്സോ. ഡാഡി, ഞാൻ പറയാറില്ലേ, ഹീസ് മിസ്റ്റർ റെക്സ്. Hello. How do you do? ഞാനിപ്പോ വരാം. It is finished. Young man, have you got 50 bucks? കടമായിട്ട് തന്നാൽ മതി. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ തിരിച്ചു തരും. നോ റെക്സ്, പ്ലീസ് കൊടുക്കരുത്. ഡാഡി, So what? He is like my son. My son, I have only one daughter and she has only one daddy. മമ്മിയില്ലേ? ഇല്ല, മമ്മി രാവിലെ പുറത്തു പോയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജൂഡി? ഞാനും വരാം. സമ്പാദിച്ച കാശ് മുഴുവൻ കുടിച്ചു തീർത്തു. ഇപ്പൊ ആരെ കണ്ടാലും കടം ചോദിക്കും. അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷനും
എന്റെ ശമ്പളം കൊണ്ടാണ് ഇപ്പൊ ഒരു വിധത്തിൽ വീട് കഴിഞ്ഞു പോകുന്നത്. എല്ലാ മാസവും ആദ്യം വീട്ടിലൊരു ബഹളമാ. അമ്മയുടെ കയ്യിലെ കാശ് തീർന്നാലേ ഡാഡിക്ക് സമാധാനമുള്ളൂ. ചില ദിവസം കുടിച്ച അബോധാവസ്ഥയിൽ വരും. അന്നത്തെ ദിവസം വീട്ടിലൊരു നരകമാ. ആ രാത്രി ആർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. I'm fed up, Rex. ജൂഡി, എന്തായത്? Rex, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷവും ഇന്നും എന്നും എപ്പോഴും. നോക്കിയത് ഇതവിടെ. ദേവിയോടെ? ആ, രാവിലെ മുതൽ മുറിക്കുള്ളിൽ തന്നെ ഇരിപ്പാ. ഉച്ചയ്ക്കൊന്ന് പുറത്തു വരും. ആരെങ്കിലും നിർബന്ധിച്ച എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും. എത്ര ദിവസമായിരുന്നു ഇങ്ങനെയായിട്ട്? അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. എത്ര മാസങ്ങളായി ഈ വീടൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ഒരുമാതിരി ശ്മശാനം പോലെ. ഇപ്പോഴേ മേനോ സാറേ, ചേച്ചി, നമുക്കെല്ലാവർക്കും കൂടെ ഒരു ഡിന്നറിന് പുറത്തേക്ക് പോവാം. Then we will go for a cinema. What do you say? I am ready. മോനോ? ഞാനും ഉണ്ട്. എന്നാ മോൻ പോയി ദേവി എന്റെ വിളിച്ചോണ്ട് വന്നേ. ആന്റി വാ, നീ താഴെ വിളിക്കുന്നു. വാ ആന്റി. എത്ര നാളായി ഈ മുറിക്കകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ? ദേവി വേഗം റെഡിയാവും. നമ്മളൊരു ഡിന്നറിന് പോവാണ് പുറത്തേക്ക്. കൂട്ടത്തെ ഒരു സിനിമയും. സമയം തന്നെ. ദേവി വേഗം ചെല്ലേ. ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേവിക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇത് പറയുന്നത്. കമോൺ ദേവി. എന്നെ നിർബന്ധിക്കരുത്. ഞാനില്ല. സാരമില്ല പീറ്റർ, നമുക്ക് ഈ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യാം. ഞാൻ വരട്ടെ ചേച്ചി. സിനിമയ്ക്ക് ഞാൻ വരാം അങ്കിൾ. അതെ. കേട്ടപ്പോ വിഷമം തോന്നി. ആ പെൺകുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ദുർവിധി വരേണ്ടായിരുന്നു. മോനെ, ആ കുട്ടിയെ നീ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. ആ കുട്ടിയെ നീ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്കതൊന്നുമില്ല. നോ, ഷീ ഈസ് ഫാർ ബെറ്റർ. പഴയതുപോലെ മുറിയിൽ തന്നെ അടച്ചിരിപ്പൊന്നുമില്ല. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. മേനോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? കമോൺ. അത് പിന്നെ എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, എപ്പോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്ത് പറ്റി? ഫാക്ടറിയിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഒരു ചെറിയ ലേബർ പ്രോബ്ലം. ഞാൻ ഡ്രസ് മാറട്ടെ. സോറി, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ധൃതിയൊന്നുമില്ല. മേനോ സാർ പോയിട്ട് വരൂ. ആ, എവിടെ പോയിട്ട് വരുന്നു? ലൈബ്രറി വരെ പോയിരുന്നു. ഇതൊക്കെ വായിക്കാൻ എന്ന് തുടങ്ങി? നോവലൊക്കെ വായിച്ചു മടുത്തു. ഒരു ചേഞ്ചിന് വേണ്ടി. അത് കൊള്ളാം. ഉം. എത്ര നാളെന്ന് വെച്ച് അവളോട് കഴിയുക? അവളൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആലോചിക്കായിരുന്നാലോ? ചേട്ടൻ പറയുന്നത് ശരിയാണ്. എങ്കിലും ദേവി അതിന് സമ്മതിക്കുമോ? എന്ന് വെച്ച് നമ്മളൊന്നും ആലോചിക്കാതെയും പറയാതെ ഇരുന്നാൽ? എന്നാൽ എങ്ങനെ ഒരു രണ്ടാം വിവാഹക്കാരന്? അത് ഓർക്കുമ്പോഴാണ്. ഞാൻ അതും ആലോചിക്കാതിരുന്നില്ല. നിങ്ങൾ അവർക്ക് വാക്കുവല്ലതും കൊടുത്തോ? ഏയ്, എനിക്കെന്താ ഭ്രാന്താണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളൊരു ആലോചനയായിട്ട് വരുമ്പോ മുഖത്ത് നോക്കി അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുക. അതുകൊണ്ട് ആലോചിക്കാന്ന് പറഞ്ഞു. ഏതായാലും നീ ഇപ്പൊ അവളോടൊന്നും പറയണ്ട.
ഇത് വെറും ഒരു മാനസിക പ്രശ്നമായിരുന്നെങ്കിൽ ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല ഞാൻ. ഒരു പക്ഷേ എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് സിസ്റ്ററിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്. അതോ ഞാനൊരു അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണോ? നോ, നെവർ. ജാതിയും മതമൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള യാതൊന്നും ഞങ്ങളുടെ പരസ്യത്തിൽ ദേവി വായിച്ചിരിക്കാനിടയില്ല. പ്രതിഫലേച്ഛ കൂടാതെ സേവനം അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ടെന്നല്ലേ അതിലെഴുതിയിരുന്നുള്ളൂ. വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം പേർക്കേ ഈ രംഗത്ത് വരുവാൻ സാധിക്കുള്ളൂ. ജീവിതത്തെക്കുറിച്ച് ദൈവിക വീക്ഷണവർക്ക് മാത്രം. ഇതിൽ ചേരുവാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇതിൽ ഈ സംഘടനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ദേവി വായിച്ചു നോക്കി സാവകാശം ഒരു തീരുമാനം എടുക്കൂ. എങ്കിൽ ഞാൻ വരട്ടെ സിസ്റ്റർ. ദേവി, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിച്ചോളട്ടെ. ദേവിയുടെ തീരുമാനം ഒരു വൈകാരിക പ്രക്ഷോഭത്തിന്റെ എടുത്തുചാട്ടം ആവരുത്. I just can't understand it. ദേവി, നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഇപ്പൊ ഇങ്ങൊരു തീരുമാനം എടുക്കാൻ തക്കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായത്? നിനക്ക് വേറൊരു വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഇതുകൊണ്ട് എന്റെ മനസ്സിന് സമാധാന സന്തോഷമാണ് ലഭിക്കുന്നതെങ്കിൽ ചേട്ടൻ എതിർക്കുന്നതിന്? നീ ഞങ്ങൾക്ക് ഭാരമാകുമെന്നോ? ഞങ്ങൾ സ്വപ്നത്തെ കൂടെ ചിന്തിക്കാത്ത കാര്യമാണല്ലോ നീ പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സേവനവും സംഘടനയും ഒക്കെ കൊള്ളാം. അതൊക്കെ അതിനായിട്ട് പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രം. എന്റെ അനുജത്തിക്ക് ഇതിന്റെ ആവശ്യമില്ല. നിനക്കൊരു ജോലി വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടല്ല, നിനക്ക് ഈ താല്പര്യമില്ലാഞ്ഞിട്ടാ. നിനക്കൊരു ജോലിയാണോ ആവശ്യം? ഇപ്പൊ പറ. നോ, എനിക്കിനി ജോലി വേണ്ട. എന്റെ ജോലി ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ്. എന്റെ തീരുമാനം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെന്നറിയാം. എങ്കിലും ഒരു ആയുഷ്കാലം മുഴുവൻ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ അല്പകാലത്തേക്കുള്ള വേദന സഹിക്കുന്നതായിരിക്കും നല്ലത്. ഇവളുമായി ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിക്കേണ്ടവരായിട്ട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ കേട്ടത് ശരിയാണോ? എപ്പോഴാ യാത്ര? നാളെ. പോകരുതെന്ന് പറയാൻ ദേവിയുടെ ചേട്ടനോളം സ്വാതന്ത്ര്യം എനിക്കില്ല. എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. പീറ്ററെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ചേട്ടൻ നിർബന്ധിച്ചതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടെങ്കിലും പോവുകയാണോ ഞാൻ? നിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ നിന്റെ മാർഗത്തെക്കുറിച്ചോ എനിക്ക് തർക്കമൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടായ സംഭവം നിന്നിൽ ഉണ്ടാക്കിയ ആഘാതം എന്താണെന്ന് എനിക്കറിയാം. അതിന് ഇത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. നിനക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ? മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് പുതിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. ഒരു ഭാര്യ, അമ്മ എന്നുള്ള സങ്കല്പങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ച് അവസാനിച്ചു.
മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒരു ഭാരമാവാതെ ഞാൻ എന്നിലേക്ക് സ്വയം ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരു മാർഗം തിരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ. നിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ആരിവിടെ എന്ത് പറഞ്ഞു? എങ്കിൽ പിന്നെ എല്ലാവരും എന്നെ എതിർക്കുന്നതിന്? നീ എന്ത് പറഞ്ഞാലും ശരി, നിനക്കിതിന്റെ ആവശ്യമില്ല. നിന്നെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഇവിടെ ആൾക്കാരുണ്ട്. ആറേഴ് വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. ഇത്രയും കാലം കൊണ്ട് ദേവിയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുണ്ടായിട്ടുള്ള വികാരത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം. ഞാനിപ്പോഴും ദേവിയെ സ്നേഹിക്കുന്നു. ഇതിനു മുമ്പ് എനിക്കിത് എന്തുകൊണ്ട് ദേവിയോട് പറയാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്കുത്തരമില്ല. പറയാതെ തന്നെ നമ്മൾ ഒന്നാണെന്ന് കരുതി. അന്ന് ദേവിയുടെ വിവാഹം കുമാറുമായി ആലോചിച്ച നിമിഷം വരെ നിന്റെ ആഗ്രഹവും അതാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ എല്ലാ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും വേദനയോടാണെങ്കിലും നിന്നിൽ തന്നെ ഒതുക്കി നിർത്തി. നിന്റെ നന്മയെക്കുറിച്ച് ഓർത്തിട്ടാണോ നീയും കുമാറുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തന്നെ മുൻകൈ എടുത്തത്. ഞാൻ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ പരിഭവിച്ചല്ലോ. വിവാഹത്തിന് ശേഷം ഞാൻ നിന്നെ മറന്നുപോയി, അവോയ്ഡ് ചെയ്യാണെന്നൊക്കെ. അത് എന്തുകൊണ്ടാണെന്നറിയാം? അങ്ങനെ ചിന്തിക്കുന്ന എന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടെ നിന്നെ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി സങ്കല്പിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ദേവി അറിഞ്ഞിരുന്നില്ലെങ്കിലും ഏറ്റവും നല്ല മനസ്സുമായിട്ടാണ് ഞാൻ ദേവിയെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആരെല്ലാം നിർബന്ധിച്ചിട്ടും ഞാനെന്നും അവിവാഹിതനായി കഴിയുന്നത്. എനിക്കിനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ദേവിയുടെ കൂടെ മാത്രമായിരിക്കും. ദേവി, ഞാൻ പറയുന്നത് You just... എനിക്ക് കേൾക്കണ്ട. ദേവി, Please, Peter. ദേവി, Please, Peter, go away. നിനക്ക് നിന്റെ മനസ്സിന്റെ സമാധാനം സന്തോഷമേ പ്രശ്നമുള്ളൂ. മറ്റുള്ളവരെങ്ങനെയുള്ള ആയിക്കോട്ടെ, നീ സ്വാർത്ഥയാണ്, എനിക്കറിയാം. I know they are selfish. I know they are.
ആന്റി, പീറ്റർ അങ്കിൾ എന്തിനാ ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ആന്റി ഞങ്ങളൊക്കെ വിട്ട് പോകാൻ പോകുവാണോ? ആന്റി പോയത്. ആന്റി പോയാ ഞാൻ ഒരുപാട് കരയും. ആന്റി എന്നെ ചേർത്ത് പോരുത് മോനെ. ആന്റി പോവോ?